നമസ്കാരം സാർ. പാകിസ്ഥാൻ സാമ്പത്തികമായി കൂപ്പുകുത്തുകയാണ് എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സർക്കാർ തലത്തിലും ഔദ്യോഗിക തലത്തിലും എല്ലാം പാകിസ്ഥാൻ വൻ അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് എന്നും പറയപ്പെടുന്നു. എന്താണ് സാർ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അപ്പോൾ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് വല്ലാത്ത ഞെരുക്കത്തിലാണ്. അതിൻ്റെ ചില തെളിവുകളാണ് ഇപ്പോൾ അവിടെ എടുക്കുന്ന ചില സമീപനങ്ങൾ അവരുടെ ഉണ്ട്. ഒന്ന്, 1.5 ലക്ഷം ജോലിക്കാരെ പിരിച്ചുവിടുകയാണ് സർക്കാർ തലത്തിൽ 1,50,000 ജോബ്സ് കട്ട് ചെയ്ത് കളയാണ്. പിന്നെ അതുകൂടാതെ 6 മന്ത്രിസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മിനിസ്ട്രീസ് അത് ഡിസോൾവ് ചെയ്യാണ്. പിന്നെ 2 മിനിസ്ട്രീസ് കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ മിനിസ്ട്രിയാക്കി അങ്ങനെയും ചിലവ് തീർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റിഫോംസ് IMFൻ്റെ നിർദ്ദേശാനുസരണം അവരെടുക്കുന്നതാണ്. സാധാരണഗതിയിൽ ഈ പാകിസ്ഥാൻ അങ്ങനെ കടമെടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ചടയ്ക്കലൊക്കെ അവർക്ക് അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. എടുക്കുക എന്നുള്ളത് മാത്രമേ അവർ ശ്രദ്ധിക്കാറുള്ളൂ. അപ്പോൾ IMFയിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളിലാണ് അവസാനിക്കാറ്. ഇപ്പോൾ പക്ഷേ പാകിസ്ഥാൻ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കണ്ടീഷൻ വന്നതുകൊണ്ടാണ് അവരൊരു $7 ബില്യൺ വീണ്ടും IMFായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ $1 ബില്യൻ്റെ ധാരണയായി. അപ്പോൾ ആ കൂട്ടത്തിൽ IMF വെച്ച ചില നിർദ്ദേശങ്ങളിൽ പെട്ടതാണ് ഇപ്പോൾ ഈ 1.5 ലക്ഷം ജോലി വേണ്ടാന്ന് വയ്ക്കുന്നു, അതേപോലെ മന്ത്രിസ്ഥാനങ്ങൾ വേണ്ടാന്ന് വയ്ക്കുന്നു. അത്രയും ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ ചില റിഫോംസ് നടത്തി കഴിഞ്ഞാൽ ഇനി മേലിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ടാക്സിൻ്റെ സഹായം ചെയ്യാൻ പറ്റും, ഈ ലോണിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവരുടെ സമീപനം. പിന്നെ അതിലവർ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് കട്ട് എക്സ്പെൻഡിച്ചർ, ചിലവ് ചുരുക്കുക, അതാണ് ആദ്യത്തെ നടപടി. പിന്നെ ടാക്സ് ടു GDP റേഷ്യോ ഇൻക്രീസ് ചെയ്യുക, ടാക്സ് നന്നായിട്ട് കളക്ട് ചെയ്യുക. പിന്നെ പറഞ്ഞാൽ കൃഷിക്ക് ടാക്സ് പാടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൃഷിയിൽ നിന്നും നല്ലപോലെ ലാഭം കിട്ടുന്ന കേസുകളാണെങ്കിൽ കൃഷിക്കും ടാക്സ് ഏർപ്പെടുത്തുക. പിന്നെ വേറൊന്ന് ലിമിറ്റ് സബ്സിഡീസ്. ഇപ്പോൾ ഗ്യാസ്, വാട്ടർ, ഇലക്ട്രിസിറ്റി കാര്യത്തിലൊക്കെ പോപ്പുലിസ്റ്റ് മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ടാക്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ സർക്കാർ ചിലവഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ സാമ്പത്തികമായിട്ട് വീണ്ടും തകർച്ചയായിരിക്കും. അതുകൊണ്ട് ഈ വക നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലോണിന് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സാർ, അതായത് ഇപ്പോൾ പാകിസ്ഥാൻ പൂർണ്ണമായും കടക്കണിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടക്കണിയിലാണ്. കടക്കണി ശരിയായ രീതിയിൽ ഇവർക്ക് ലോൺ എടുക്കുമ്പോൾ പലപ്പോഴും തിരിച്ചടങ്ങാൻ പറ്റാറില്ല. ഇപ്പോൾ നേരത്തെ സാറ് തന്നെ പറഞ്ഞതുപോലെ കശ്മീരിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇന്ത്യ സഹായിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പ്രതിരോധ മന്ത്രി നമ്മുടെ രാജ്നാഥ് സിംഗ് തന്നെ പറയുന്നു, ഇപ്പം നമുക്ക് വേണമെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കാം, പക്ഷേ പാകിസ്ഥാനുമായുള്ള നമ്മുടെ ബന്ധം അത്ര നല്ല രീതിയിലല്ലാത്തത് കൊണ്ട് ഞങ്ങൾ സഹായിക്കുന്നില്ല എന്നുള്ളത്. അപ്പം ഇന്ത്യയോട് ഏതെങ്കിലും തരത്തിൽ ഒരു സഹായം അഭ്യർത്ഥിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല, കാരണം ശത്രുതയാണല്ലോ. അപ്പോൾ രാജ്നാഥ് സിംഗ് കാശ്മീരിൽ ഇലക്ഷൻ പ്രചരണത്തിന് പോയപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് കേട്ടതാണ്. അതായത്, നിങ്ങൾ ഈ IMFൻ്റെ 7 ബില്യനൊക്കെ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും വലിയ തുക നിങ്ങൾക്ക് തരാനായിട്ട് കഴിയും, കാരണം ഞങ്ങളുടെ ബജറ്റ് ആ രീതിയിലുള്ളതാണ്. കാശ്മീരിൽ 2014-15 മോഡി പ്രഖ്യാപിച്ചത് 90,000 കോടി ഉറുപ്പികയുടെ ഹെൽപ്പാണ് അവിടുത്തെ ഡെവലപ്മെൻറ്റിന് വേണ്ടി. അത്രയും ഞങ്ങൾക്ക് കാശ്മീരിന് വേണ്ടി മുടക്കാമെങ്കിൽ നിങ്ങൾക്കൊരു സഹായം ചെയ്യാനൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കാനുള്ള ഞങ്ങളുടെ ശത്രുതാ മനോഭാവമാണ് എപ്പോഴും വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ IMFൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ടി വരുന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ IMFയിൽ നിന്ന് നിങ്ങൾക്ക് പണം കിട്ടി, ഈ പണം കിട്ടിയോണ്ട് വലിയ കാര്യമൊന്നുമില്ല, നിങ്ങളിത് ടെററിസത്തിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പാകിസ്ഥാനുമായിട്ട് എന്തെങ്കിലും ചർച്ച നടക്കുമ്പോൾ പറഞ്ഞതല്ല. ഈ ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത് പ്രസംഗിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അല്പം കൂടുതലായിട്ട് പറയും. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദത്തിനാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് അവർ ചെലവാക്കുന്നത്, തീവ്രവാദികളെ വളർത്താനും തീവ്രവാദത്തിന് വേണ്ടി. അപ്പോൾ ഇപ്പോഴത്തെ ഈ സാമ്പത്തിക തകർച്ചയുടെ കാരണം അത്തരത്തിലുള്ള പാകിസ്ഥാന്റെ നീക്കമായിരിക്കുമോ? പാകിസ്ഥാൻ്റെ ഇപ്പം നമ്മൾ ഈ പല മിനിസ്ട്രീസും വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞു ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ISI എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു വിഭാഗമുണ്ട്, ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ്. അതാണ് ഈ മറ്റു രാജ്യങ്ങളിൽ പോയിട്ടൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും അവിടുന്ന് രഹസ്യങ്ങൾ ചോർത്താനും ഒക്കെ ഉള്ള വകുപ്പ്. അതാണ് ISIക്ക് കൊടുക്കുന്ന എമൗണ്ടിൽ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അത് നടന്നു. ഈ IMFയിൽ നിന്ന് ലോൺ കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലെങ്കിലും കൊള്ളാം,
ഈ ടെററിസം നടത്താനുള്ള എമൗണ്ട് എങ്ങനെയാലും അത് ഓരോ ഗ്രൂപ്പുകൾക്ക് ജനങ്ങളുടെ കൊടുത്തു. ജോലി കളയുന്നു, മന്ത്രിസഭയിൽ അഴിച്ചുപണി നടത്തുന്നു, പക്ഷേ തീവ്രവാദത്തെ വളർത്തുന്നു. തീവ്രവാദത്തെ വളർത്തുന്നു, അതിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ വഴിയില്ല. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഔറംഗസേബ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. അദ്ദേഹം പറയുന്നത് നമ്മൾ പല പ്രാവശ്യം ലോൺ എടുത്തിട്ടുണ്ട് IMF ൽ നിന്ന്. ഓരോ പ്രാവശ്യം ലോൺ എടുക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ഒരു ലാസ്റ്റ് ലോണായിരിക്കണം. ഈ ലോണോടുകൂടി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിട്ട വരുത്തണം, ഓർഡറിലാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ലോൺ എന്നും പറഞ്ഞ് നടക്കേണ്ട ഗതികേട് വരരുത്. അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ടുള്ള ഈ ഡിസിപ്ലിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത്. അനാവശ്യമായിട്ട് അധികമായിട്ടുള്ള തൊഴിലാളികളെ പിരിച്ചുവിടുക, അനാവശ്യമായിട്ടുള്ള മിനിസ്റ്റേഴ്സിനെ പിരിച്ചുവിടുക, അങ്ങനെ പല നടപടികളും സ്വീകരിക്കുന്നുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറയുന്നത് ഇതാണ്: നമ്മൾ ചില പോളിസികളൊക്കെ സ്വീകരിക്കണം. ആ പോളിസിയുടെ ഫലമായിട്ട് ഇതൊരു ലാസ്റ്റ് ലോണായിട്ട് മാറണം. ഇനി നമുക്ക് ഈ ലോൺ എന്ന് പറഞ്ഞ് നടക്കേണ്ട ഗതികേടുണ്ടാവരുത്. അപ്പോൾ അദ്ദേഹം പല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒന്ന് ഈ ജോബ് കട്ട്സാണ്, പിന്നെ മിനിസ്ട്രീസ് ഡിസോൾവ്ഡ്, അതൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ടാക്സ് പേയേഴ്സിൻ്റെ നമ്പർ കൂട്ടാനുള്ളൊരു സമീപനം സ്വീകരിക്കുന്നുണ്ട്. 1.6 മില്യൺ ആൾക്കാരാണ് അവിടെ ടാക്സ് പേയേഴ്സ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി കുറേ പേരെ കൂടി ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി 3.2 മില്യൺ, അതായത് നേരെ ഇരട്ടി ടാക്സ് പേയേഴ്സ് ഉണ്ടാവും. പിന്നെ വേറൊരു വകുപ്പ് അവിടെ ഇല്ലാതാക്കാണ്. അതായത് നോൺ ഫയലേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു. അതായത് ടാക്സ് ഫയൽ ചെയ്യാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാത്ത ആൾക്കാർ, വലിയ സ്വത്തൊന്നുമില്ല, പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ കഴിവില്ലാത്തവരാണ് അവർ ടാക്സ് കൊടുക്കേണ്ടെന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. ഇനി നോൺ ഫയലേഴ്സ്, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടാത്തൊരു വിഭാഗം ഉണ്ടാവില്ല. എല്ലാവരും ടാക്സ് കൊടുക്കണം. അത് ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണം. ജനജീവിതം ദുസ്സഹമാകും. അതെ, അതാകും. അപ്പോൾ ഈ ടാക്സ് ഫയൽ ചെയ്യാതെ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എല്ലാവർക്കും ടാക്സ് ഫയൽ ചെയ്ത് അതിൻ്റെ റിട്ടേൺസ് സമർപ്പിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇനി അഥവാ ആർക്കെങ്കിലും ടാക്സ് റെസിപ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ലാൻഡ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ്സ് വേണമല്ലോ. അപ്പോൾ ഈ ടാക്സ് കൊടുത്തതിൻ്റെ റെസിപ്റ്റ് ഇല്ലാതെ ആർക്കും ഇനി ഈ ലാൻഡിൻ്റെ പർച്ചേസ് നടത്താനായിട്ട് പറ്റില്ല. ഇനി ഏതെങ്കിലും പ്രോപ്പർട്ടി വാങ്ങിക്കാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കാനോ അതിനായാലും പറ്റില്ല ഈ പറഞ്ഞ ടാക്സ് കൊടുത്തതിൻ്റെ റെസിപ്റ്റ് ഇല്ലാതെ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവരും ടാക്സ് പേയേഴ്സ് ആകണം, ടാക്സ് കഴിയുന്ന രീതിയിൽ കൊടുക്കണം, പിന്നെ അനാവശ്യമായ ചിലവുകൾ ചുരുക്കണം. അങ്ങനെയൊക്കെ ചില നടപടികളാണ് ഇപ്പോൾ മുഹമ്മദ് ഔറംഗസേബ് എന്ന് പറയുന്ന മിനിസ്റ്റർ സ്വീകരിച്ചത്. ഏതെങ്കിലും രാജ്യങ്ങൾ ഇപ്പോൾ IMF ലോണ് കൊടുക്കാതിരുന്നാൽ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന പാകിസ്ഥാനെ സഹായിക്കാൻ പാകിസ്ഥാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചൈന ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പറ്റി പറയണ്ട, ചൈന വരാൻ സാധ്യതയില്ല. ചൈന ഒരിക്കലും കയ്യിൽ നിന്ന് പണം മുടക്കി പൈസയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അത് അവരുടെ ഏറ്റവും വലിയ കമ്മ്യൂണിസം പോലെ തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു നിയമമാണ് ഈ പണം കൊടുത്തുള്ള ഏർപ്പാട് വേണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ എപ്പോഴും ചൈന സുഹൃത്താണ്. പാകിസ്ഥാനായിട്ട് ഒരു വിരോധവുമില്ല. അമേരിക്കയായിട്ട് പല കാര്യത്തിലും വിരോധമുണ്ട്. പക്ഷേ അമേരിക്കയായിട്ടുള്ള സൗഹൃദം കളയാതിരിക്കുന്നത് അതുകൊണ്ടാണ്. കാശെടുത്ത് വലിച്ചുവാരി കൊടുക്കണമെങ്കിൽ അമേരിക്ക മാത്രമേ ചെയ്യുള്ളൂ. ചൈന കൊടുക്കില്ല. ചൈനയ്ക്ക് ആരെങ്കിലും കൊടുത്താൽ വാങ്ങിച്ചോളും. ചൈന മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഏർപ്പാടില്ല. അത് അങ്ങനെ ഒരു പ്രസ്ഥാനം ഇല്ല. അപ്പോൾ ചൈന കൊടുക്കുന്ന പ്രശ്നം ഒതുക്കണില്ല. പാകിസ്ഥാന് നല്ല സാമ്പത്തിക സഹായം കിട്ടുന്നുണ്ട് അമേരിക്കയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്കയിൽ ഓൺലി 3A അല്ലെങ്കിൽ 3 A's മാറ്റർ എന്ന് പറയും. 3A. ഒരു A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ള, വേറൊരു A എന്ന് പറഞ്ഞാൽ ആർമി, വേറൊരു A എന്ന് പറഞ്ഞാൽ അമേരിക്ക. ഇങ്ങനെ 3 Aകളാണ് അവിടെ മാറ്റർ ചെയ്യുന്നത്. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ, ചൈന പോലുള്ള രാജ്യങ്ങൾ സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ സഹായവും ഉണ്ടാവും. സാമ്പത്തിക സഹായം ഒഴിച്ച് സൗഹൃദം ഉണ്ടാവും. ചൈന പൈസ കൊടുത്തിട്ടൊരു കാര്യം നടക്കില്ല. പിന്നെ സഹായം കിട്ടാൻ സാധ്യതയുള്ളത് സൗദി അറേബ്യയാണ്. അവർക്ക് എണ്ണപ്പണമുള്ളതൊക്കെ കൊണ്ട് കുറച്ച് കൊടുക്കും. പക്ഷേ അതും ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് പിടിക്കാതായി തുടങ്ങിയിട്ടുണ്ട് ഈ പാകിസ്ഥാൻ്റെ പല കാര്യങ്ങളും. അതിലൊന്ന് അവിടെ മക്കയിൽ പോകാനെന്നും പറഞ്ഞ് പോകും, ഹജ്ജിന് പോകണമെന്നും പറഞ്ഞ് പോകും. പോയി കഴിഞ്ഞിട്ട് ഈ പാകിസ്ഥാനിൽ നിന്ന് പോകണം കുറേ പേര് അവിടെ ജോലി, അതായത് ഭിക്ഷാടനം. ഈ മക്കയുടെ പല ഭാഗങ്ങളിലിരുന്ന് ഭിക്ഷ ചോദിച്ചിരിക്കും പാകിസ്ഥാനിൽ. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ ഇമേജ് അതുകൊണ്ട് മോശമാണ്. ഇത് പാകിസ്ഥാൻ്റെ ആൾക്കാരാണോ വേറെ ഏതെങ്കിലും ആൾക്കാരാണോ എന്ന് കാണുന്നവർക്ക് അപ്പോൾ സൗദി അറേബ്യയ്ക്ക് അത് വലിയ ബുദ്ധിമുട്ടായി. അതുകൊണ്ട് ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പാകിസ്ഥാൻ കൊടുത്തിരിക്കുകയാണ്. ഹജ്ജിനെന്നും പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഭിക്ഷ ചോദിക്കരുത്.
വിഷയം ചോദിക്കുന്ന ആരെയും ഇങ്ങോട്ട് വിടരുത്, അവരെത്രയും വേഗം അത് ആ പ്രാക്ടീസ് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ കരകയറാനാണ് ഇപ്പം എന്താണ് പാകിസ്ഥാന്റെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത്? പാകിസ്ഥാൻ്റെ വരുമാന സ്രോതസ് കാര്യമായിട്ടൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അവർക്ക് ഈ പ്രൊഡക്ഷനോ മറ്റു കാര്യങ്ങളോ അതേപോലെ ഓയിലോ അങ്ങനെയൊന്നുമില്ല. അല്ല, ഈ അടുത്ത കാലത്ത് സമുദ്രാതിർത്തിയിൽ സമുദ്രാതിർത്തിയിൽ കണ്ടു, പക്ഷെ അതിന് വരുമാനത്തിൻ്റെ ലെവലിലേക്ക് വന്നിട്ടില്ല. അവർക്ക് വലിയ നാച്ചുറൽ റിസോഴ്സസ് അവിടെ ഉണ്ട്, കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു, പക്ഷേ അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അത് പണമാക്കി മാറ്റാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളുള്ളത് ബലൂചിസ്ഥാനിലാണ്. ബലൂചിസ്ഥാനിൽ പക്ഷേ ബലൂചിസ്ഥാൻ ഈസ് ദി പോറസ്റ്റ് ഏരിയ പാകിസ്ഥാനിൽ. കാരണം അവരെ പാകിസ്ഥാൻ വേണ്ട പോലെ പരിഗണിക്കണില്ല എന്നുള്ളതാണ് ബലൂചിസ്ഥാൻ്റെ കംപ്ലയിൻറ്റ്. പക്ഷേ അവിടെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, ഗോൾഡ്, കോപ്പർ, അങ്ങനെ പലതും ഉണ്ട്. ഈ പാകിസ്ഥാൻ്റെ വരുമാന മാർഗത്തിൻ്റെ നല്ലൊരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനാണ്. പക്ഷേ ബലൂചിസ്ഥാൻ അവരെപ്പോഴും അവഗണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അവിടുത്തെ ട്രൈബൽ പീപ്പിളാണ്, നമ്മുടെ എത്രയൊന്നും പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാരാണ് പട്ടാളത്തിലും മറ്റു മേഖലകളിലൊക്കെ വരുമാനവും റെഗുലർ സാലറിയൊക്കെ ഉള്ളവർ. പക്ഷേ ഈ ബലൂചിസ്ഥാൻ ട്രൈബൽസ് എന്നുള്ള രീതിയിൽ അവരൊരു തരം താഴ്ന്ന ആൾക്കാരായിട്ട് കണക്കാക്കുകയും ഒന്നും പാകിസ്ഥാൻ കൊടുക്കണമില്ല. അതുകൊണ്ടാണ് അവിടെ സെപ്പറേറ്റിസം ഉണ്ടാവുന്നത്. അവർക്ക് പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല. ചൈനക്കാരവിടെ വരുന്നവരും പാകിസ്ഥാൻകാർ വരുന്നവരും ഉണ്ട്. അവരെയൊക്കെ പലപ്പോഴും കൊന്നുകളയുന്ന, വധിക്കുന്ന ഒരു രീതിയുണ്ട്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ മുന്നോട്ടുള്ള ജീവിതം അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെയൊക്കെ ജീവിതം വളരെ ദുസ്സഹമായി തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി അതെ, തീവ്രവാദത്തെ ശക്തിപ്പെടുത്തുന്നവർക്ക് ജനങ്ങളുടെ സൗകര്യമായ അവശ്യ സൗകര്യങ്ങളെ ഒന്നും ശക്തിപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അത് പാകിസ്ഥാൻ എന്ന് മനസ്സിലാക്കുന്നു അന്നേ അവർ നന്നായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.